ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്തേ. ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയ വിഷയം ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം എന്നതാണ്. ശാസ്ത്രം എന്നാൽ സയൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിലൂടെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. ആംഗലേയമായ സയൻസ് എന്ന പദം ലാറ്റിൻ ഭാഷയിലെ സൈന്റിയ എന്ന പദത്തിൽ നിന്നാണ് ഉപയോഗിച്ചത്. സൈന്റിയ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ അറിവ് എന്നാണ് അർത്ഥം. ഇവിടെയാണ് നമ്മുടെ രാഷ്ട്ര പാരമ്പര്യം ശാസ്ത്രവുമായി എത്ര ചേർന്നിരുന്നു എന്ന അഭിമാനം നമുക്കുണ്ടാകുന്നത്. ഭാരതം എന്നാൽ ഭാസിൽ രതിയുള്ള ഇടമാണ്. ഭാസ് ശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. അജ്ഞാന അന്ധകാരത്തെ നീക്കി അറിവാകുന്ന പ്രകാശത്തിൽ രതിയുള്ളവരുടെ നാടാണ് ഭാരതം. ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ വേദങ്ങളാണ്. വേദപ്രകാശത്തിൽ രതിയുള്ള നമ്മുടെ ഭാരതം തപോഭൂമിയായി, ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഋഷിഭൂമിയായി മാറി. നാം വസിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അത് പഠിക്കുകയും പരീക്ഷിച്ച് നോക്കുകയും ആ അറിവിനെ ക്രോഡീകരിക്കുകയും പ്രവചനങ്ങളായും വിശദീകരണങ്ങളായും ലോകത്തെ അറിയിക്കുന്നതാണ് ശാസ്ത്രം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ഏറ്റവും ലളിതമായ തലത്തിൽ ശാസ്ത്രം എന്നാൽ പ്രകൃതിയുടെ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. 19-ാം നൂറ്റാണ്ടിലാണ് പാശ്ചാത്യ ലോകം പ്രകൃതിദത്തമായ അറിവ് നേടുന്നവനെ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിനെത്രയോ മുൻപ് ആ സത്യാന്വേഷികളെ നാം ഭാരതീയർ ഋഷി എന്ന് വിളിച്ചു. നമ്മുടെ ഋഷീശ്വരന്മാരും ഋഷിതുല്യരായ മഹാരഥന്മാരും അവരുടെ തപസ്സിലൂടെ ധ്യാനത്തിലൂടെ പരമമായ സത്യവും ശാശ്വതമായ സനാതനമായ അറിവും ലോകത്തിന് പ്രദാനം ചെയ്തു. ഇവിടെയാണ് ആധുനിക ഭാരതത്തിന്റെ അഭിമാനമായ സ്വാമി വിവേകാനന്ദന്റെ വചനം നാം അഭിമാനത്തോടെ ഓർക്കുന്നത്. ഭാവി ലോകം ഭാരതത്തിന്റെ ഋഷിയിലേക്ക് വരും എന്നത് ഇന്ന് എത്ര സത്യമാകുന്നു. ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വരുന്നതിന് എത്രയോ മുൻപ് ഭാരതം ഉരുക്കിന്റെ കയറ്റുമതി നടത്തി. ആരോഗ്യരംഗത്ത് ചരക സംഹിതയിലൂടെ ചരകനും സുശ്രുത സംഹിതയിലൂടെ സുശ്രുതനും രസരത്നാകരം പോലെ രസതന്ത്ര ശാസ്ത്രത്തെ ഉയർത്തിയ നാഗാർജുനനെയും 7 നിറങ്ങളെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ വിശ്വാമിത്രനും പ്രകാശത്തിന്റെ സഞ്ചാരത്തെക്കുറിച്ച് അറിവ് പകർന്ന സയണാചാര്യനും ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി അടക്കമുള്ള ഗോളങ്ങളുടെ ആകർഷണത്തെക്കുറിച്ച് പറഞ്ഞ ആര്യഭട്ടീയത്തിന്റെ കർത്താവും കൂടിയായ ആര്യഭട്ടൻ, വൃത്തത്തിന്റെ വിസ്തൃതിയെ സംബന്ധിച്ച് പറഞ്ഞ ഭ്രമഗുപ്തനും വരാഹമിഹിരനും ചാണക്യനും പാണനി പതഞ്ജലിയും അടങ്ങുന്ന വിശ്വഗുരുക്കന്മാർ പുരാതന ഭാരതീയ വിജ്ഞാനത്തിന് മഹത്തായ സംഭാവന ചെയ്തവരാണ്. വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം. നിരവധിയായ ശാസ്ത്ര രഹസ്യങ്ങൾ സംവദിച്ച ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ വേദങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും ലോകത്തിന് പ്രകാശസൂര്യനായി ഭാരതത്തിൽ ഉദിച്ചു നിൽക്കും. ലോഹതന്ത്രവും ജ്യോതിഷവും വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങി എല്ലാ ശാസ്ത്രശാഖകളുടെയും വളർച്ചയ്ക്ക് നമ്മുടെ പൗരാണിക ശാസ്ത്രകാരന്മാർ നിർണായക സംഭാവനകൾ നൽകി. ആ സംഭാവനകളിൽ ഉൾക്കൊണ്ടുകണ്ട് പുതിയ ശാസ്ത്രനിര ഉയർന്നു വന്നു. ഇന്നും അഭിമാനമായി ആചാര്യ പ്രഫുല്ലചന്ദ്ര റേ, JC ബോസ്, ശ്രീനിവാസ രാമാനുജൻ, ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ തുടങ്ങിയവർ നമ്മുടെ ശാസ്ത്ര ഗവേഷണ പാരമ്പര്യം തുടർന്നു പോകുകയും നമ്മുടെ രാഷ്ട്ര സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഭാരതത്തെ ശാസ്ത്ര മേഖലയുടെ കേന്ദ്രമാക്കി മാറ്റാൻ ആഗ്രഹിച്ച നമ്മുടെ അഭിമാനമായ നോബൽ സമ്മാന ജേതാവ് CV രാമൻ അടക്കമുള്ള നമ്മുടെ പാരമ്പര്യം ശാസ്ത്ര രംഗത്തേക്ക് നമുക്ക് ഉയരാൻ പ്രചോദനമായി. കുട്ടികളെ രാഷ്ട്രചേതനയിൽ ഉറപ്പിച്ചുകൊണ്ട് ശാസ്ത്ര രംഗത്തേക്ക് ഉയർത്തിയ നമ്മുടെ അഭിമാനമായ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ അറിവിൽ ഉറച്ചുനിന്ന പൂർവ്വസൂരികളുടെ അനുഗ്രഹത്താൽ 2030 ലോകത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ആദ്യ 3 രാജ്യങ്ങളിൽ ഒന്നാകാനുള്ള നിശ്ചയദാർഢ്യമാണ് ഭാരതത്തിന്റെ ശാസ്ത്രലോകം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഗുണകരമാക്കി മാറ്റുവാൻ വസുദൈവ കുടുംബകം എന്ന മന്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതം ഇന്നും മുന്നേറ്റം നടത്തുന്നത്. രാഷ്ട്രസ്വത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ അമൃതകാലത്തിൽ അഭിമാനിക്കാം. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.